Alexander Isak wants to move away from Newcastle. ഇത് വൺ ഓഫ് ദ റിലയബിൾ സോഴ്സ് ഡെയിലി മെയിൽ UK ക്രേഗ് ഹോപ്പ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Alexander Isak tells Newcastle he wants to explore move away from club. Full details amid Liverpool interest. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡ്രിഗോ ആൻഡ് ഐസക് രണ്ടുപേരും ലിവർപൂളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. റോഡ്രിഗോയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഡിപ്പെൻഡ്സ് ഓൺ ഡിയാസ് ബയൺ മ്യൂണിക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രമാത്രം പ്രഷറൈസ് ചെയ്യുന്ന ഡീല് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 70 മില്യൻ്റെ അടുത്ത് ബയൺ മ്യൂണിക്ക് ലിവർപൂളിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിയാസിനെ ലിവർപൂൾ ബയൺ മ്യൂണിക്കിലേക്ക് കൊടുക്കും. ആ ഒരു പൈസ പ്ലസ് എക്സ്ട്രാ ലിറ്റിൽ മണി ആഡ് ചെയ്തിട്ട് റോഡ്രിഗോനെ ആ ഒരു ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസക്കിനെയും ലിവർപൂൾ നോട്ട് ഇടുന്നുണ്ട്, സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്. എക്കിറ്റിക്കേനെ സൈൻ ചെയ്തു, പുള്ളിക്കാരൻ ഇപ്പം ഹോങ്കോങ്ങിൽ ലിവർപൂളിൻ്റെ സ്ക്വാഡിൻ്റെ കൂടെയുണ്ട്. ബട്ട് സ്റ്റിൽ ലിവർപൂൾ വാണ്ട് ഐസക്. പക്ഷേ കുറച്ച് പേര് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കിറ്റിക്കെ ആൻഡ് ഐസക് രണ്ടുപേരും ഒരേ സെയിം പ്രൊഫൈലിലെ പ്ലെയേഴ്സാണ്, സാധ്യതയില്ല ലിവർപൂൾ ഐസക്കിനെ സൈൻ ചെയ്യാൻ. നോ, ലിവർപൂൾ ഓൾവേസ് വാണ്ട് ഐസക് ആണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ലിവർപൂളിൻ്റെ. ആ സെയിം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ സീസണിൽ ഒരു മത്സരത്തിൽ ഐസക് ന്യൂകാസിലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ എഡി ഹൗ പറഞ്ഞൊരു കാരണം പുള്ളിക്കാരൻ്റെ ഒരു തൈ മസിലിന് ഒരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ ഒരു റീസണാണ് ന്യൂകാസിലിൻ്റെ ക്യാമ്പിൻ്റെ കൂടെ ചേരാതിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അതല്ല റീസൺ. അത് കൂടാതെ ഐസക്കിൻ്റെ ഏജൻറ്റ് 2 ദിവസം മുന്നേ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ ആർ മോണിറ്ററിങ് എസ്പെഷ്യലി സൗദി ആൻഡ് ലിവർപൂൾ ഇൻട്രസ്റ്റ്. സോ ദിസ് ഈസ് ഓൺ. ഐ ലൈക്ക് ഐസക് ഒരു എന്താ പറയണ്ട, ഒരു മെനാൻസ് ആണ്, ഒരു ഫ്രണ്ട് ലൈനിൽ ഗുഡ് സ്ട്രൈക്കർ, ടോപ്പ് സ്ട്രൈക്കർ, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല സ്പീഡുണ്ട്, നല്ല ക്വാളിറ്റി പ്ലെയറാണ്. അപ്പം ഐസക്കിനെ ലിവർപൂൾ പൂട്ടിയാൽ യെസ് ഇതായിരിക്കും ബെസ്റ്റ്. ആഫ്റ്റർ വേർഡ്സ് ഐസക് ആയിരിക്കും ബെസ്റ്റ് ട്രാൻസ്ഫർ. ഇത് ലിവർപൂൾ എത്രത്തോളം ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നു എന്നാൽ മാത്രമേ ഈ ഒരു ഡീല് സാധ്യമാവുള്ളൂ. കാരണം ന്യൂകാസിൽ എന്തായാലും 100% 100 മില്യൻ്റെ മുകളിൽ ആവശ്യപ്പെടും. ഓൾറെഡി ലിവർപൂള് 100-ന് മുകളിൽ വേർഡ്സിനും 70-ന് മുകളിൽ എക്കിറ്റേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 100-ന് മുകളിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യെസ്, Liverpool has money. So Liverpool is splashing money. So there is a big chance ഐസക് വിൽ കം ടു ലിവർപൂൾ. അതേപോലെ ഡിയാസ് പരമാവധി പുഷ് ചെയ്യുന്നുണ്ട് ബയൺ മ്യൂണിക്കിലേക്ക് പോകാൻ. ഡിയാസിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സാലറിയാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഡിയാസ് ബാക്കിയുള്ള ക്ലബ്ബ് വെച്ച് നോക്കുമ്പോൾ ഡിയാസിനെ പോലുള്ളൊരു പ്ലെയർക്ക് ലിവർപൂൾ കൊടുക്കുന്ന സാലറി കുറവാണ്. സോ ഒബ്വിയസ്ലി എവ്രിബഡി വാണ്ട്സ് മോർ സാലറി. ഇപ്പോൾ ഡിയാസ് പരമാവധി പുഷ് ചെയ്യുന്നുണ്ട്. ബയൺ മ്യൂണിക്ക് മിക്കവാറും നല്ല ഓഫറും കൊണ്ട് വന്നാൽ ഡിയാസ് ബയൺ മ്യൂണിക്കിലേക്ക് പോകും. അതേപോലെ ലിവർപൂൾ ഗോ ടു റോഡ്രിഗോ. ദർ ഈസ് എ ചാൻസ്. സോ റോഡ്രിഗോ ആൻഡ് ഐസക് ബോത്ത് ആർ ഇൻ റഡാർ. അതുകൂടാതെ ഒരു സെൻറ്റർ ബാക്കും കൂടി ലിവർപൂൾ സൈൻ ചെയ്യും മിക്കവാറും. സോ 2-3 സൈനിങ്സ് ഈ വരുന്ന ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലെറ്റസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. 100% ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതെല്ലാം സ്പെക്കുലേഷൻ ആൻഡ് റൂമേഴ്സ്. സോ ഓൾമോസ്റ്റ് ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാലത്ത് സ്പെക്കുലേഷൻ ആൻഡ് റൂമേഴ്സൊക്കെ ഒരു 90% ശരിയായി വരാറുണ്ട്. അപ്പം നമുക്ക് എല്ലാ ലിവർപൂൾ ഫാൻസിനും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏതെങ്കിലും 2 പ്ലെയർ വന്നാൽ ഗുഡ്, 3 പ്ലെയർ വന്നാൽ വെരി ഗുഡ്. സോ നെക്സ്റ്റ് സീസൺ വിൽ ബി അവേഴ്സ്. ലെറ്റ്സ് ഹോപ്പ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് 3 പ്ലെയേഴ്സിനും വേണോ? 3 പ്ലെയേഴ്സിന് പോയാൽ 300 മില്യൻ്റെ മുകളിൽ പോകാൻ സാധ്യതയുണ്ട് അഗെയിൻ. സോ 3 പ്ലെയേഴ്സിനെ വേണോ? അല്ല ഒരു സെൻറ്റർ ബാക്കും ഒരു അറ്റാക്കറും മതിയോ? അല്ല ഒരു സെൻറ്റർ ബാക്ക് മാത്രം മതിയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. നന്ദി.